നമസ്കാരം. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങളിൽ ഒന്നാണ് പച്ച നിറം. അത് പച്ചക്കൊടിയാണെങ്കിലും പച്ച ലഡുവാണെങ്കിലും പച്ച പെയിന്റ് ആണെങ്കിലും ഇവിടെ ചർച്ചാ വിഷയമാണ്. കേരളത്തിൽ മുസ്ലിം ജനവിഭാഗത്തിൽപ്പെട്ടവർ ഏറെയുള്ളത് കൊണ്ട് തന്നെ മുസ്ലിം രാഷ്ട്രീയം എക്കാലത്തും ഇവിടെ ചർച്ചയാവുന്നത് കൊണ്ട് തന്നെ പച്ചയും ചർച്ചയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഉറക്കം കെടുത്തിയ ഒന്നായിരുന്നു ഈ പച്ച വിവാദം. മുസ്ലിം ലീഗ് പിടിച്ചു മേടിക്കുന്നു എന്ന ആരോപണം ഉയർത്തിയത് പ്രതിപക്ഷമാണ്. മുസ്ലിം ലീഗിന്റെ 5ാം മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയുള്ള പിടിവാശിയും ആ വാശി ജയിച്ചതും UDFന്റെ മതേതര പ്രതിച്ഛായയ്ക്ക് കോട്ടം തട്ടി, അല്ലെങ്കിൽ അത് കോട്ടം തട്ടിക്കാൻ CPM ഉപയോഗിച്ചു. അന്ന് മുസ്ലിം ലീഗ് മന്ത്രിമാർ പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ പച്ച ലഡുവും പച്ച പതാകയും പച്ച ബോർഡും ഒക്കെ അന്ന് വലിയ ചർച്ചയായിരുന്നു. ആ ചർച്ചയ്ക്കൊക്കെ തുടക്കമിട്ടതും നേതൃത്വം കൊടുത്തതും ഉയർന്ന മതേതര ബോധമുണ്ട് എന്ന് പറയപ്പെടുന്ന CPMകാരാണ്. എന്നാൽ വർഗീയതയുടെ തണലിൽ 2014 പിണറായി അധികാരത്തിലെത്തിയതോടെ പച്ച അവരുടെ ഇഷ്ടനിറമായി മാറി. മുസ്ലിം ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്തിയാൽ മാത്രമേ CPMന് നിലനിൽപ്പുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ രാഷ്ട്രീയ ചാണക്യനാണ് പിണറായി വിജയൻ. ഹിന്ദു വോട്ടുകൾ പതിയെ പതിയെ BJPയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടിയായ CPMന് ഹിന്ദു വോട്ടുകൾ കുറയുന്നത് എക്കാലവും അധികാരത്തിൽ നിന്നും മാറ്റി നിർത്തും. അതുകൊണ്ട് പരമ്പരാഗതമായി അകന്നു നിന്നിരുന്ന ന്യൂനപക്ഷ വോട്ടുകൾ ഉറപ്പിക്കുക എന്നതായിരുന്നു പിണറായിയുടെ അടിസ്ഥാന രാഷ്ട്രീയ തന്ത്രം. അതിൽ തന്നെ സംഘടിതമായി വോട്ട് ചെയ്യുന്ന, മത താല്പര്യങ്ങൾക്കനുസരിച്ച് കൃത്യമായ നിലപാടെടുക്കുന്ന, മത നേതാക്കൾ പറഞ്ഞാൽ കേൾക്കുന്ന മുസ്ലിം വോട്ട് ഉറപ്പിച്ചു നിർത്താൻ പിണറായി ആദ്യം മുതലേ തന്ത്രം മെനഞ്ഞു. ആ പ്രീണന രാഷ്ട്രീയത്തിലാണ് പിണറായി മുമ്പോട്ട് പോകുന്നത്. എളമരം കരീമിനെ കോഴിക്കോട് നിർത്തി മത്സരിപ്പിക്കുന്നത് പോലും ഈ മുസ്ലിം രാഷ്ട്രീയം ലാക്കാക്കിയുള്ള നീക്കത്തിന്റെ ഭാഗമാണ്. പൗരത്വ ഭേദഗതി നിയമം മുതൽ സംഘപരിവാറിന്റെ വംശഹത്യ രാഷ്ട്രീയം വരെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയമായി CPM ഉയർത്തുന്നത് പച്ച രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. ആ പച്ച രാഷ്ട്രീയത്തിന്റെ ഏറ്റവും ഹീനമായ വൃത്തികെട്ട ഉദാഹരണമായി മാറുന്നു ഇന്നലെ വയനാട്ടിൽ ആനി രാജയുടെ റോഡ് ഷോ. CPMന്റെ ഏക താരപ്രചാരകയായ വൃന്ദ കാരാട്ടായിരുന്നു ആ റോഡ് ഷോയിലെ താരം. ആ റോഡ് ഷോയിൽ നിറഞ്ഞു നിന്നത് പച്ചക്കൊടിയും പച്ച നിറവുമായിരുന്നു. CPMന്റെ നിറം ചുവപ്പാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എക്കാലത്തും ചുവപ്പിൽ അഭിമാനം കൊള്ളുന്നവരാണ് CPM. എവിടെയും CPMന് ചുവരെഴുത്തുകൾ ചുവപ്പിലാണ്. കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇടതുപക്ഷത്തേക്ക് വന്നതു മുതൽ അവരുടെ അടിസ്ഥാന നിറവും ചുവപ്പായി മാറി. മുമ്പൊക്കെ വെള്ളയിലും നീലയിലുമൊക്കെ പശ്ചാത്തലമാക്കി കേരള കോൺഗ്രസിന്റെയും രണ്ടിലയുടെയും ചിഹ്നം വരച്ചിരുന്നിടത്ത് ഇപ്പോൾ ചുവപ്പാണ് മുഴുവൻ പശ്ചാത്തലം. അതാണ് ചുവപ്പിന്റെ ഇടതു പ്രാധാന്യം. ചുവപ്പ് നിറം സാന്ദർഭികമായി വിസ്മരിക്കുന്ന രീതി CPM മുമ്പേയുണ്ട്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ചുവപ്പ് നിറം മാറ്റി പച്ചയുടെ പശ്ചാത്തലത്തിൽ CPM അരിവാൾ ചുറ്റിക നക്ഷത്രം വരയ്ക്കുന്നത് മുമ്പേ കണ്ടതാണ്. പത്തനംതിട്ട മണ്ഡലത്തിൽ ഏക മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ ഈരാറ്റുപേട്ടയിലെ തോമസ് ഐസക് എന്ന ഉയർന്ന മതേതരവാദിയുടെ മുഴുവൻ പോസ്റ്ററുകളും പച്ചയിലാണ് എന്നത് ഇതിന്റെ ഒരു ഉദാഹരണമാണ്. എന്നാൽ വയനാട്ടിൽ ആനി രാജ എടുത്ത പച്ചയുടെ രാഷ്ട്രീയം അതിന് കിടന്നതായിരുന്നു. ഇന്നലത്തെ റോഡ് ഷോ പച്ച കൊണ്ട് ആറാടി എന്ന് മാത്രമല്ല, പച്ചക്കൊടി കയ്യിൽ പിടിച്ചുകൊണ്ടായിരുന്നു ആനി രാജയും വൃന്ദ കാരാട്ടും പ്രചരണത്തിനിറങ്ങിയത്. അത് വാർത്തയായതോടുകൂടി മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചപ്പോൾ അതിന് വൃന്ദ കാരാട്ട് പറഞ്ഞ മറുപടി വിചിത്രമായിരുന്നു. പച്ചയെ എന്തിനു ഭയക്കുന്നു, പച്ചയെ എന്തിനു വെറുക്കുന്നു, പച്ചയെ ഭയക്കുന്നതും വെറുക്കുന്നതും ഫാസിസ്റ്റ് രീതിയാണ്. അതുകൊണ്ട് ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടമായി ഞങ്ങൾ പച്ച ഉയർത്തിപ്പിടിക്കുന്ന ഒന്നാണ്. ആലോചിച്ചു നോക്കൂ, പച്ചയുടെ പേരിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ലീഗിനെയും ഉമ്മൻചാണ്ടിയും തെറി പറഞ്ഞവർ, പച്ച ലഡുവിന്റെയും പച്ച സ്കൂൾ ബോർഡിന്റെയും ഒക്കെ പേരിൽ വിവാദമുണ്ടാക്കിയവർ ഇപ്പോൾ പച്ച ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടത്തിന്റെ പ്രതീകമായി ഉയർത്തിക്കാട്ടുകയും CPMന്റെ ചുവന്ന കൊടിക്ക് പകരം പച്ചക്കൊടി പിടിച്ചുകൊണ്ട് അഭിമാനത്തോടുകൂടി പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം പ്രസംഗിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് CPM മാറിയിരിക്കുന്നു. ഇതാണ് പ്രീണന രാഷ്ട്രീയത്തിന്റെ ഏറ്റവും ഭയാനകമായ വേഷൻ. തീർച്ചയായും അതിന്റെ ഒരു ഉത്തരവാദിത്വം കോൺഗ്രസിനുണ്ട്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമ്പോൾ മുസ്ലിം ലീഗിന്റെ പതാകയെ ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല. മുസ്ലിം ലീഗിന്റെ പതാക പച്ചയാണെന്ന് തിരിച്ചറിയാൻ കേരളത്തിലെ ജനങ്ങൾക്കല്ല, വിവേകമുള്ള ഇന്ത്യയിലെ ജനങ്ങൾക്കൊക്കെ അറിയാം. മുസ്ലിം ലീഗിന്റെ കൊടി പാകിസ്ഥാന്റെ കൊടിയാണെന്ന് ആരെങ്കിലുമൊക്കെ വടക്കേ ഇന്ത്യയിൽ പ്രചരിപ്പിച്ചാൽ അതിനുത്തരം പറയേണ്ട ബാധ്യതയാണ് കോൺഗ്രസ് ഏറ്റെടുക്കേണ്ടത്. എന്നാൽ അത് ഭയന്ന് പച്ചക്കൊടി അകറ്റി നിർത്താൻ കോൺഗ്രസ് എടുത്ത തീരുമാനം, പച്ചക്കൊടി ഉപേക്ഷിക്കുമ്പോൾ കോൺഗ്രസിന്റെ കൊടി ഉപയോഗിക്കുന്നത് മുസ്ലിം ലീഗിന് അതിർത്തി ഉണ്ടാവുന്നത് കൊണ്ട് ഒരു കൊടിയും വേണ്ട എന്ന് തീരുമാനിച്ചത് ഈ മുതലെടുപ്പിന് കാരണമായി. രാഹുൽ ഗാന്ധിയുടെ സ്വീകരണത്തിൽ മാത്രമല്ല,
കോൺഗ്രസിന്റെ തുടർ പരിപാടിയിലും അവിടെ കോൺഗ്രസിന്റെ പതാക പോലും ഉപയോഗിക്കുന്നില്ല. ഈ കോൺഗ്രസിന്റെ ഈ ഭയം തന്നെയാണ് CPM മുതലെടുക്കാൻ ശ്രമിക്കുന്നത്. തീർച്ചയായും മുസ്ലിം ജനതയുടെ മനസ്സിൽ ചെറിയ ആശങ്കയും ഭയവും സൃഷ്ടിക്കുന്നതാണ് കോൺഗ്രസിന്റെ ഈ ഭയം. നമ്മൾ എടുക്കുന്ന നിലപാടിൽ ഉറച്ചു നിൽക്കാനും ആ നിലപാടിൽ ആരെന്തു പറഞ്ഞാലും അത് വിശദീകരിക്കാൻ കഴിയാനും നമുക്ക് സാധിക്കുന്നിടത്താണ് രാഷ്ട്രീയ വിജയം ഉണ്ടാവുന്നത്. മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടിയെ കോൺഗ്രസ് ഭയക്കേണ്ട ഒരു സാഹചര്യവുമില്ല. എന്നാൽ അത് മുതലെടുത്ത് പച്ചയുടെ രാഷ്ട്രീയത്തോട് വോട്ട് പിടിക്കാനുള്ള CPMന്റെ വൃത്തികെട്ട പ്രീണന വർഗീയ രാഷ്ട്രീയം നമ്മൾ തിരിച്ചറിയാതെ പോവുകയും അരുത്.